പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോട്ടയത്ത് നിന്ന് വരുന്നൊരു വാർത്ത അല്പം നിരാശപ്പെടുത്തുന്ന വാർത്തയാണ്. കോട്ടയത്ത് വൈക്കത്ത് CPI തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഒരു കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെല്ലപ്പൻ എന്നയാളാണ് മരിച്ചത്. ഇയാൾക്ക് CPI നേതൃത്വവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം CPIക്കെതിരെയും UDF സ്ഥാനാർത്ഥി ബിനിമോന് വോട്ട് അഭ്യർത്ഥിച്ചും ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. മൃതദേഹം മാറ്റാൻ BJP കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കാത്തതിനാൽ സംഘർഷാവസ്ഥയുണ്ട് സ്ഥലത്ത്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഇതെപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്തായിരുന്നു CPI നേതൃത്വവുമായി ചെല്ലപ്പനുണ്ടായിരുന്ന തർക്കത്തിന്റെ കാരണം? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. CPIയുടെ വൈക്കം തലയാഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിൽ ഈ ചെലപ്പൻ തൂങ്ങി മരിച്ചിരിക്കുന്നത്. വക്കൻ ചെലപ്പൻ എന്ന് വിളിക്കുന്നത്. ഇയാളുമായി CPIയുമായിട്ട് തന്നെ നേരത്തെ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ കൃഷി, അതായത് താൻ ഈ ഗവേഷണവും കൃഷിയും ഒക്കെ നടത്തുന്ന ആളാണ്. തന്റെ കൃഷി CPIയുടെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിൽ നശിപ്പിക്കുകയും വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിരന്തരമായി തന്നെ ദ്രോഹിക്കുകയും ചെയ്തു. നാട് വിട്ടുപോകേണ്ട സാഹചര്യം അടക്കം തനിക്ക് ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ തന്നെ അതിനുവേണ്ടി പരാതിപ്പെട്ടിട്ടോ പോലീസിൽ പരാതി നൽകിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പരാതി നൽകിയിട്ടും തനിക്ക് നീതി ലഭിച്ചില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ പ്രതിഷേധവും അതിനിടയിൽ ഇന്നലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ബിനിമോന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും അദ്ദേഹം ഈ CPI കുറ്റം പറഞ്ഞുകൊണ്ടും തനിക്കെതിരെ CPI ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടി അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ ഈ CPIയുടെ തലയാരത്തുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്ന് നമുക്ക് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണമാണ് BJP കോൺഗ്രസ് നേതൃത്വം അടക്കം ആരോപിക്കുന്നത്. CPI വിട്ട് BJPയിലേക്ക് എത്തിയ മുൻ MLA ആയിട്ടുള്ള KA അജിത്ത് അടക്കമുള്ള ആശംസ കൊടുത്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഈ സ്ഥലത്ത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ആ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കും. അത് ഒരു കൃത്യമായി മൈക്കൊക്കെ വെച്ചുകൊണ്ട് ആരോ എടുത്തു കൊടുത്ത ഒരു വീഡിയോ തന്നെയാണ് എന്നുള്ളതാണ്. ഈ ബിനിമോന് വേണ്ടിയിട്ട് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളോട് താൻ പറഞ്ഞിട്ടുണ്ടെന്നും അവർക്ക് സന്ദേശം അയച്ചിരുന്നു എന്നുമാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അതായത് CPIയുടെ ചില പ്രാദേശിക നേതാക്കൾ തന്നെ നിരന്തരം ദ്രോഹിച്ചു. അതായത് കണ്ടിട്ട് വരാം എന്താണ് ചെല്ലപ്പൻ ഇന്നലെ പറഞ്ഞത്. ഈ CPIക്കാർ എന്നെ ദാരുണമായി ഇല്ലാതാക്കാൻ പല ഘട്ടങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി, ശ്രീ പ്രസാദിനെ കാണുന്നതിന് വേണ്ടി പല പ്രാവശ്യം വികലാംഗനായ ഞാൻ 1 രൂപയ്ക്ക് എത്ര ലക്ഷം തൈ വേണേലും ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ എത്തിയിരുന്നത്. ഒരിക്കൽ പോലും അതിനെ പച്ചക്കൊടി അവർ കാണിച്ചിരുന്നില്ല. അവനെ ഇല്ലാതാക്കാൻ നടത്തുന്ന CPIയുടെ ഈ കൊടും വഞ്ചന നിങ്ങൾ തിരിച്ചറിയണം. രാജ്യത്തിന് പുരോഗതിയല്ല ആവശ്യം, അവർക്ക് വേണ്ടത് കമ്മീഷനാണ്. പ്രിയജനങ്ങളെ, ഞാൻ കോട്ടയം ജില്ലയിൽ വൈക്കം തലയാഴം ഉള്ളലകരയിൽ പുളിക്കാശ്ശേരി കൃഷ്ണൻ മകൻ ചെല്ലപ്പൻ മക്കൻ എന്നറിയപ്പെടുന്നു. 67 വയസ്സുള്ള കർഷകനും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമാണ്. 2007 ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൽ നിന്നും നൂതന സാങ്കേതിക വിദ്യ പഠിച്ച് പോട്രേ നഴ്സറി ആരംഭിച്ചു. അതിനൊപ്പം തന്നെ കാർഷിക ഗവേഷണവും. ഇതാരാണ് ചിത്രീകരിച്ചതെന്ന് നമുക്കറിയില്ല. ഈ ചിത്രീകരിച്ച് അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയി ചെല്ലപ്പൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിൽ CPIക്കെതിരെ പറയുന്നുണ്ട്, കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. CPIയിൽ നിന്ന് തനിക്ക് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നേരത്തെ വലിയ വിവാദമായിരുന്നു. നേരത്തെ CPIയുടെ പ്രാദേശിക നേതൃത്വവുമായിട്ട് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും സ്ഥലത്ത് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയുണ്ട്. പക്ഷെ അറിയേണ്ട ചില കാര്യങ്ങൾ, അഖിൽ, ഈ വീഡിയോ ഇന്നലെ എടുത്തത് മറ്റൊരാളാണ്. ഈ വീഡിയോ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അടിമുടി ഒരു ദുരൂഹതയുണ്ടോ അഖിൽ ഈ വിഷയത്തിൽ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് വരുന്നത് ഒരു ദിവസം മുമ്പ്, അതായത് കൃത്യമായി തന്നെ നമ്മൾ അത് ഡേറ്റ് പരിശോധിച്ചു. അതിൽ 1 day before എന്നുള്ളതാണ് ആ പോസ്റ്റ് വന്ന സമയമായി കാണിക്കുന്നത്. അതിൽ നമുക്കറിയാം അതിലൊരു മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ലേപ്പൽ മൈക്കാണ് അതായത് ഉപയോഗിച്ച് കൃത്യമായി തന്നെ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് നൽകപ്പെട്ട വീഡിയോ ആണ്. അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ആര് എടുത്തു എന്നുള്ളതുണ്ട്. ഇത് ആര് എടുത്തു കൊടുത്തു? സ്വാഭാവികമായും ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയുന്നത് ബിനിമോന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു, ബിനിമോന് വോട്ട് നൽകണം. കഴിഞ്ഞ കാലത്തിൽ ഞാൻ CPIക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളായിരുന്നാണ്, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല, തന്നെ
CPI അത്തരത്തിൽ ദ്രോഹിച്ചു എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ചില പ്രാദേശിക നേതാക്കളുടെയൊക്കെ പേരെടുത്തുകൊണ്ടാണ് പറയുന്നത്. 2010 മുതലുള്ള സംഭവങ്ങളാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വരികയും ചെയ്തത്. 2010 താൻ അവിടുത്തെ CPIക്കെതിരായിട്ട് അല്ലെങ്കിൽ സർക്കാർ അവിടുത്തെ MLA അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധത്തിന് ശേഷമാണ് തന്നോട് ദേഷ്യം വരുന്നത്. താൻ ഒരു നഴ്സറി, അതൊരു ഗവേഷണം നടത്തുകയും ഒരു നഴ്സറി നടത്തുകയും ചെയ്തിരുന്നു. ആ നഴ്സറിയിലെ ചെടികളൊക്കെ തന്നെ ഇവർ നിരന്തരമായി വന്ന് വെട്ടി നശിപ്പിച്ചു. ഇത് താനാണ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി താൻ വെട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ തനിക്കെതിരെ തിരിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് അതിലിടയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ ഇത്തരത്തിൽ നിരന്തരമായി ദ്രോഹങ്ങളും മറ്റ് പ്രതിഷേധവും എതിർപ്പും ഒക്കെ വന്നതിന് ശേഷം തന്നെ താൻ ഭാര്യയെയും മക്കളെയും ഒക്കെ 14 ഉറക്ക ഗുളിക പാലിൽ കലർത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് ആ ശ്രമം ആത്മഹത്യ ശ്രമമൊക്കെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഭാര്യ മനസ്സിലാക്കി നമ്മളിപ്പോൾ എന്തായാലും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ